എല്ലാവർക്കും നന്മയും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷു ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർഷകനായ ബലരാമനെ കുറിച്ചാണ്. ദശാവതാരങ്ങളിൽ ഒന്നായ ബലരാമൻ ലക്ഷ്മണനെ പോലെ അനന്തനാഗത്തിൻ്റെ ദ്വാപരയുഗ പിറവിയായും കരുതിപ്പോരുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായും എപ്പോഴും ഒരു നിഴലായി ഒപ്പം ബലരാമനെ കാണാൻ കഴിയും. കൃഷ്ണനെ പോലെ രാമനും വിഷ്ണു തേജസ്സാണെന്ന് അറിഞ്ഞ നന്ദഗോപർ ബലരാമനെ ഗോകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കൃഷ്ണൻ കാർവർണ്ണനെങ്കിൽ ബലരാമൻ വെളുത്ത കുട്ടിയായിരുന്നു. അമ്പാടിക്കണ്ണൻ്റെ എല്ലാ കുസൃതിത്തരങ്ങൾക്കും ബലരാമൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണൻ കയ്യിൽ പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുമ്പോൾ ബലരാമൻ്റെ കൈകളിലാകട്ടെ ചെറിയ ഒരു കലപ്പയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ബലരാമൻ്റെ ആയുധമായി തീർന്നു. എന്നാൽ ബലരാമന് ക്ഷിപ്രകോപിയായിരുന്നു. ദുഷ്ടനിഗ്രഹത്തിനുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ശ്രമങ്ങൾക്ക് കൂട്ടായി എന്നും ബലരാമൻ ഉണ്ടായിരുന്നു. സദാസമയവും കലപ്പയുമേന്തി നടന്ന ബലരാമനെ ആദ്യ കർഷകനായി കരുതിപ്പോരുന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ ബലരാമനെ ജയിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാവണം ഭീമനും ദുര്യോധനനും ബലരാമൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഗദായുദ്ധം പഠിക്കുകയുണ്ടായത്. ശ്രീകൃഷ്ണനെപ്പോലെ അനീതിയെ സംയമനത്തോടെ നേരിടാൻ ബലരാമന് കഴിഞ്ഞിരുന്നില്ല. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ കോപം തണുപ്പിക്കാൻ കൃഷ്ണന് തന്നെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പരുക്കനായ ഒരു കർഷകൻ്റെ സ്വഭാവമായിരുന്നു. എന്നാൽ പെട്ടെന്ന് കോപിക്കുകയും ഒപ്പം പ്രീതനാവുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ അമ്പാടിയിൽ വരണ്ടുണങ്ങിയ കൃഷിഭൂമി കണ്ട് ബലരാമൻ അതിൻ്റെ കാരണമന്വേഷിച്ചു. കാളിന്തി നദി അഹങ്കാരത്തോടെ കുലംകുത്തി പായുകയാണെന്നും വരണ്ട ഭൂമിയെ കുളിർപ്പിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഗോപജനം ബലരാമനെ അറിയിച്ചു. ഇത് കേട്ട ബലരാമൻ കോപത്തോടെ കലപ്പ കൊണ്ട് ഭൂമിയിൽ ചാലുകീറി കാളിന്തിയെ അവിടേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവന്നു. കാളിന്തി കരഞ്ഞു വിളിച്ചു. എങ്കിലും കർഷകരെ ദ്രോഹിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യിച്ചിട്ടേ ബലരാമൻ അവളെ മോചിപ്പിച്ചിട്ടുള്ളൂ. കുരുക്ഷേത്ര യുദ്ധകാലത്ത് ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിച്ചിരുന്നു. 30 വർഷം പൂർത്തിയാകുമ്പോൾ ദ്വാരകയും രാമകൃഷ്ണന്മാരും ഇല്ലാതാകും. ശാപം പൂർത്തിയാകേണ്ട കാലം അടുത്തതോടെ ദ്വാരകയിൽ കെടുതികൾ കണ്ടു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ തല്ലുകയും മദ്യപരാവുകയും ചെയ്തു. ഇത് കണ്ട് ബലരാമൻ വളരെയേറെ വിഷമിച്ചു. ദുഷ്ടന്മാരെയും രാക്ഷസന്മാരെയും വധിക്കുക എന്ന തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി എന്നും തുടർന്ന് സ്വർഗാരോഹണ കാലമായി എന്നും മനസ്സിലാക്കിയ ബലരാമൻ ദ്വാരകാവാസികളോടും കൃഷ്ണനോടും യാത്ര പറഞ്ഞ് ഒരു ആൽത്തറയിലെത്തി ധ്യാനത്തിൽ മുഴുകിയിരുന്നു. അതിതീവ്രമായ ധ്യാനത്തിന് ഒടുവിൽ ഒരു സർപ്പം ബലരാമൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു. അത് ബലരാമൻ്റെ ആത്മാവായിരുന്നു. തനിക്ക് പിന്നാലെ വരുന്ന ഭഗവാൻ കൃഷ്ണന് കിടക്കയാകാനായി ആ സർപ്പം പാലാഴിയിലേക്ക് യാത്രയായി. സർപ്പം പുറത്തു വന്നതോടെ ബലരാമൻ്റെ ശരീരം വെറും ജഡമായി തീർന്നു.